ഖുർആനിൽ 25ഓളം അമ്പിയാക്കളുടെ ചരിത്രമുണ്ട്. ഒരൊറ്റ നബിയുടെയും ഖബർ ഇന്നാലെന്ന സ്ഥലത്താണ്. നിങ്ങൾ അവിടെ പോയി ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന രൂപത്തിൽ ഖുർആനിൽ എവിടെയും പരാമർശമില്ല. എന്നാൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. എല്ലാം അല്ലാഹുവിനോട് മാത്രം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടതെന്താ? എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക എന്നത് തന്നെ. ആരോടാ പാപമോചനം തേടേണ്ടത്? വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. നിന്റെ പാപം പുറത്തു തരാൻ പടച്ചവനല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പ്രിയമുള്ളവരെ മുഅ്മിൻ ഉത്തരം നൽകേണ്ടത് അല്ലാഹു മാത്രമേ എന്റെ പാപം പുറത്തു തരുന്നവനുള്ളൂ. പക്ഷെ ഇന്നോ പാപമോചനം തേടിക്കൊണ്ട് മംബൂസ് മൗലിദിൽ ഓതുന്നതെന്താ? ഇർതകബതു അലൽ ഖത്വാ ഗൈറ ഹസിരിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അങ്ങയോട് ഇതാ ആവലാതിപ്പെടുന്നു, പരാതിപ്പെടുന്നു, വന്ന പാപമോചനം തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു പ്രാർത്ഥനയുടെ രീതി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ചൊല്ലരുത്, പാടരുത്, പറയരുത് എന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് പലപ്പോഴും നമുക്കെതിരെ ആക്ഷേപമുണ്ടാകാറുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല, വെറും സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ്. അവർക്ക് ഖബർ സന്ദർശനം ഇല്ല, അവർക്ക് ഔലിയാക്കന്മാരോട് സ്നേഹമില്ല, അവർക്ക് സ്വലാത്തില്ല, അവർക്ക് ദിക്റില്ല. ഇങ്ങനെ 100 കൂട്ടം ആരോപണങ്ങള് ഈ പ്രസ്ഥാനത്തിനെതിരെ ഉയരാനുള്ള കാരണമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കൃത്യമായി പാലിക്കണമെന്നും അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത, കാണിച്ചു തന്നിട്ടില്ലാത്ത ഏത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളുടെ പിന്നിൽ നിന്ന് അത് പ്രവർത്തിച്ചാല് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് നമുക്ക് കൂലി കിട്ടുന്നത് പകരം ഒരുപക്ഷേ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി താക്കീത് ചെയ്ത ബിദ്അത്തിന്റെ ഗണത്തിൽപ്പെടുകയോ ശിർക്കിന്റെ ഗണത്തിൽപ്പെടുകയോ ചെയ്യുന്നതാണെങ്കിൽ ശക്തമായ തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഒരല്പസമയം നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ തൗഹീദിന്റെ വിഷയം ഞാൻ സൂചിപ്പിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും തന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സ്വന്തം കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഏ മോളെ, പൊന്നാര മോളെ ഫാത്തിമ, അങ്കിദീ നഫ്സകി മിനന്നാർ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ വഴി കാണണം കേട്ടോ. എന്റെ സമ്പത്ത് വേണേ ചോദിച്ചോ, ഞാൻ നിനക്ക് തരാം. അപ്പൊ സമ്പത്ത് ചോദിച്ചോ എന്ന് പറഞ്ഞു, പണം ചോദിച്ചോ എന്ന് പറഞ്ഞു. നമുക്കും കടം ചോദിക്കാം, നമുക്കും മറ്റുള്ളവരോട് കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നീ സ്വയം കാണണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നരകമോചനം ചോദിക്കുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തില്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഖഫീറു ഫികാ ഖാദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്ക നബിയെ, അങ്ങയുടെ ഈ അടിമ അങ്ങയിൽ വിചാരം നന്നാക്കിയിരിക്കുന്നു, അങ്ങയുടെ ഔദാര്യം കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാ ബഷീറു യാ നദീറു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമാണ്. തീർന്നില്ല. ഫാദീസിനി വആജിർനി യാ മുജീറ മിനസ്സഈരി യാ ദിയാസി യാ മലാദി ഫീമൂലിം മാതില്ലുമൂരി. എന്റെ ശരണമേ, എന്റെ അവലംബമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രവാചകരെ, എന്നെയും രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് അശറക ബൈത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നരകമോചനം ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പോലും പറഞ്ഞിട്ടുള്ളത്, മോളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നീ സ്വയം കാണണമെന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ ചോദ്യം മുഅ്മിനീങ്ങൾക്ക് പാടുള്ളതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചതല്ല, സഹാബികൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഒരിക്കലും ഇത് അനുവദിച്ചതും അല്ല.
അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പരിപാടി ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചത് എന്തിനാ? ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ നമുക്കില്ലല്ലോ. സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ചെയ്യണമെന്ന്, പ്രവർത്തിക്കണമെന്ന്, വിശ്വസിക്കണമെന്ന് നമ്മളോട് പറയേണ്ടതാരാ? നമ്മുടെ റബ്ബാണ്, നമ്മുടെ പടച്ചോനാണ്. ആ പടച്ചവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തരണം. ഇല്ലെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ഏത് വിശ്വാസങ്ങൾ കൊണ്ട് നമുക്ക് ദുനിയാവിൽ നഷ്ടമുണ്ടാകും, പരലോകത്തും നഷ്ടമുണ്ടാകും. ദുനിയാവിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരഞ്ഞാന്ന് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ആ ദമ്പതികള് നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന, ജാതകത്തിൽ വിശ്വസിക്കുന്ന, നാളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത്തരം അന്ധവിശ്വാസം കൊണ്ട് പോയി പോകുന്നത് സ്വന്തം ജീവിതത്തിൽ ലഭിക്കുന്ന കൺമണികളെയാണ്, കുഞ്ഞുങ്ങളെയാണ്. തീർന്നോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആദികളും വ്യാകുലചിത്തരും ടെൻഷനും പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന എത്രയോ ആളുകളില്ലേ? ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ ആരെയാ കണി കാണുക എന്ന് ഭയപ്പെടുന്ന ആളുകള്, നിങ്ങൾ കാണുന്ന കണിയാണ് അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ നന്മതിന്മ തീരുമാനിക്കുന്നത് എന്ന് ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ചതിന്റെ പിന്നിൽ അള്ളാഹു ഉണ്ടോ? അള്ളാഹുവിൽ നിന്ന് വഹി നമുക്ക് എത്തിച്ചു തന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, പ്രിയമുള്ളവരെ, ശരിയായ വിശ്വാസമല്ല, വിശുദ്ധ വിശ്വാസമല്ല, അത് അവിശുദ്ധ വിശ്വാസമാണ്. വിശുദ്ധ വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുമ്പോ ആ അവിശുദ്ധ വിശ്വാസം തള്ളിക്കളയാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് രാവിലെ കൈനീട്ടം ആരാണോ തരുന്നത്, ആ കൈനീട്ടം പ്രകാരമായിരിക്കും അന്നത്തെ നിങ്ങളെ വരുമാനമെന്ന് നിങ്ങളെ പഠിപ്പിച്ചതാരാ? അത് അള്ളാഹുവാണോ? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? എങ്കിൽ അത് സത്യവിശ്വാസമാണ്, നല്ല വിശ്വാസമാണ്. പക്ഷേ പ്രമാണങ്ങളിൽ എവിടെയും നമ്മളത് കാണുന്നില്ലെങ്കിൽ ആ അവിശുദ്ധ വിശ്വാസം കൊണ്ട് നിങ്ങൾ രാവിലെ കൈനീട്ടം തരുന്ന സാധു മനുഷ്യനെ നിങ്ങൾ പ്രാകും, അവരെ നിങ്ങൾ പലപ്പോഴും കുറ്റം പറയും. രാവിലെ കണി കാണുന്ന ഏതെങ്കിലും സാധു മൃഗത്തെയോ സാധു മനുഷ്യനെയോ നിങ്ങൾ കുറ്റം പറയും. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും സ്വാധീനം ചെലുത്തുന്നത്. വയനാട് ജില്ലയിലെ കബിനിപ്പുഴയിൽ ഒരു ദിവസം രാവിലെ സുധ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജഡം പൊന്തി വരികയുണ്ടായി. എന്തായിരുന്നു ആ സുധയുടെ കൊലപാതകത്തിന്റെ കാരണം? ഭർത്താവാണെന്ന് പറഞ്ഞ് പോലീസ് അധികാരികൾ ആദ്യം അറസ്റ്റ് ചെയ്തു. പക്ഷെ 3 ദിവസത്തിന് ശേഷമാണ് സുധയെ കൊന്നിട്ടുള്ളത് ഭർത്താവല്ല, പ്രദേശത്തുള്ളൊരു തങ്ങളാണെന്ന് വിവരം ലഭിച്ചത്. എന്തേ കാരണം? സുധയുടെ ഭർത്താവ് തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കുകയാണ്. ഈ ഭർത്താവിനെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിന് പ്രദേശത്ത് എല്ലാവരും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരു തങ്ങളുണ്ട്. ആ തങ്ങളെ അടുത്തേക്ക് പോയതാണ്. പണം കൊടുത്തു, ചികിത്സ തുടങ്ങി. ഭർത്താവ് മറ്റേ പെണ്ണിന്റെ കൂടെ തന്നെ. ആഴ്ച 1, 2, 3 മാസവും കഴിഞ്ഞു. കുറെ പണം പോയി, കുറെ നടത്തം വെറുതെയായി എന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ എല്ലാറ്റിന്റെയും വില്ലൻ മൊബൈലാണല്ലോ. കൊലപാതകം നടത്തുന്നതിന് മൊബൈല്, അത് തെളിയിക്കുന്നതും മൊബൈല്. അത് പ്രകാരം നിരന്തരം ഈ സഹോദരി ഈ തങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. എന്റെ പൈസ വാങ്ങിച്ചല്ലേ, എന്റെ കെട്ടിയോനി തരം വന്നില്ലല്ലോ, മറ്റോളം ഒഴിവാക്കിയില്ലല്ലോ. ശല്യം കൂടിയപ്പോൾ സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒലക്ക കൊണ്ടടിച്ച് ചാക്കിൽ കെട്ടി കബനപ്പുഴയിൽ തള്ളി. പ്രിയമുള്ളവരെ, തങ്ങൾ അറസ്റ്റിലായി, റിമാൻഡിലായി, കേസായി. പത്രമാധ്യമങ്ങൾ നിരന്തരം വാർത്തയിലാക്കി. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ ഇത്തരം ഉദാഹരണങ്ങൾ ഇന്നും ഇന്നലെയും നടക്കുന്നതല്ല. എക്കാലഘട്ടത്തിലും ചൂഷണത്തിന് അടിമപ്പെട്ടു പോകുന്നത് അവിശുദ്ധ വിശ്വാസമുള്ളവരാണ്. അവരുടെ ജീവൻ പോകുന്നു, അവരുടെ മാനം പോകുന്നു, അവരുടെ സമയം പോകുന്നു, അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യന്, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ തന്നെ ഖുർആൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിക്കുന്നുണ്ട്. PSC പരീക്ഷ എഴുതിയവർക്കറിയാം, ഒന്നുകിൽ യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം. പടച്ചോന് നിങ്ങളെ വിശദീകരണം ആവശ്യമില്ല, ഒക്കെ ചെയ്തു തന്നു. ഇങ്ങനെ എടുത്തു പറഞ്ഞ പടച്ചോൻ ഇതാരെങ്കിലും ചെയ്തു തരുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്ന പടച്ചോൻ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. എന്റെ ശ്വാസം നിയന്ത്രിക്കുന്നത് ഇന്നാലിന്ന ആളാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച തരുന്നത് ഇന്നാലിന്ന ആളാണ്, എന്റെ കാതിന്റെ കേൾവി തരുന്നത് ഇന്നാലിന്ന ആളാണെന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ലെങ്കിൽ ഇതേ പടച്ചോനൊക്കെ ചെയ്തു തന്ന പടച്ചോൻ ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമകൾക്ക് അല്ലാഹു മതിയായവനല്ലേ? ആ പടച്ചോൻ പോരെ, ചോദിക്കാൻ അവൻ പോരെ, പ്രാർത്ഥിക്കാൻ അവൻ പോരെ, തേടാൻ അവൻ പോരെ, മറ്റാരെയെങ്കിലും ഇടയിൽ വേണോ? ചില ആളുകൾ ഇസ്ലാമിലേക്ക് യുക്തിവാദം കൊണ്ടുവരും. എന്താ അത്? ഇസ്ലാമിലേക്കുള്ള യുക്തിവാദം കൊണ്ടുവരുന്നത്, മനുഷ്യ, നിനക്കെങ്ങനെയാ
ഖുർആൻ കിട്ടിയത്? ഖുർആൻ പടച്ചോ നിന്റെ പോക്കറ്റിലേക്ക് കിട്ടുന്നതാണോ? അല്ലല്ലോ. അള്ളാഹു ഒരു ജിബ്രീലിനെ വെച്ചു, പിന്നെ ഒരു പ്രവാചകനെ വെച്ചു, എന്നിട്ടല്ലേ നിന്റെ അടുത്തേക്ക് എത്തിയത്. അപ്പൊ പടച്ചോന്റെയും നിന്റെയും ഇടയിൽ വേറെ ആൾക്കാരില്ലേ? അപ്പൊ ഇസ്ലാമിൽ മധ്യവർത്തിയില്ലേ? എങ്ങനെയാ നിനക്ക് ഇസ്ലാം കിട്ടിയത്? അള്ളാഹു നിന്റെ കയ്യിലേക്ക് നേരിട്ട് തന്നതാണോ? അല്ലല്ലോ. അതിന്റെ ഇടയിൽ പ്രവാചകനില്ലേ? എങ്കിൽ അള്ളാഹിന്റെയും നിന്റെയും ഇടയിൽ മധ്യവർത്തിയില്ലേ? അപ്പൊ ഇസ്ലാമിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചില മധ്യവർത്തികളും ചില ഇടയാളന്മാരും വേണം. അതുകൊണ്ട് രോഗം മാറാനും കുട്ടികളെ കിട്ടാനും പരീക്ഷ ജയിക്കാനും ഒക്കെ ചില മധ്യവർത്തികളോട് പറഞ്ഞ്, അള്ളാഹിന്റെ ഔലിയാക്കന്മാരോട് പറഞ്ഞ്, അവർ അള്ളാഹിനോട് പറയുമ്പോഴാണ് നിനക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമെന്നൊരു യുക്തിവാദം ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. എന്നാൽ ഖുർആൻ എന്താ നമ്മളെ പഠിപ്പിച്ചത്? മുഫസ്സിരീങ്ങൾ എന്താ വിശദീകരിച്ചു തന്നത്? പരിശുദ്ധ ഖുർആനിൽ നോക്ക്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ ആ പരിശുദ്ധ ഖുർആനില് ഒരേ ഒരു സ്ഥലത്താണ് പടച്ചോന്റെയും നമ്മുടെയും ഇടയിൽ ഇടയാളന്മാർ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു രംഗമുണ്ട്. അതെവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ ദൂതരും സഹാബികളും ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സഹാബികൾ ഇങ്ങനെ ഉച്ചത്തിലുള്ള തക്ബീറും തഹ്ലീലും ചൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പതുക്കെ മതി. അപ്പൊ സഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, പടച്ചോൻ എവിടെയാണുള്ളത്? ഒച്ചത്ത് ചെല്ലണ്ട, പതുക്കെ മതിയെങ്കിൽ പടച്ചോൻ എവിടെയാണുള്ളത്? ആ ചോദ്യത്തിനതാ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിക്കുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. എന്നെ പറ്റി എന്റെ അടിയാന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം ചെയ്യുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയാണ്, ഖുർആനിൽ പല ചോദ്യങ്ങൾക്കും കുൽ പറയണമെന്ന് പറഞ്ഞ് മുത്തുനബിയെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥനയുടെ വിഷയം വന്നപ്പോഴോ അള്ളാഹു സ്വീകരിച്ച നിലപാടെന്താ? അബ്ദീ, എന്റെ അടിയാന്മാരെ, ഇന്നമാ തഹ്താജു ഇലൽ വാസിത്ത ഫീ ഗൈരി വഖ്തി ദുആ, പ്രാർത്ഥനയില്ലാത്ത പല ഘട്ടങ്ങളിലും നിനക്കൊരു ഇടയാളം വേണം, ഒരു മധ്യവർത്തി വേണം. അപ്പൊ ഖുർആൻ കിട്ടാൻ അത് വേണം. മഹീദിനെ പറ്റി ചോദിച്ചപ്പോ, ഹിലാലിനെ പറ്റി ചോദിച്ചപ്പോ, റൂഹിനെ പറ്റി ചോദിച്ചപ്പോ അള്ളാഹു കുൽ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് മുത്തുനബിയെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ അമ്മാ ഫീ മഖാമിദ് ദുആ, പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തില് ഫലാ വാസിത്ത ബൈനി വ ബൈനക, എന്റെയും നിന്റെയും ഇടയിൽ വേറൊരാള് വേണ്ട, ഒരു മധ്യവർത്തി വേണ്ട, ഒരിടത്തട്ട് കേന്ദ്രം വേണ്ട. ഇത് റബ്ബ് പറഞ്ഞതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പിന്നെന്തിനാ ദുആ ചെയ്യാൻ മടവൂരിലേക്ക് പോകുന്നത്? നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പുത്തമ്പള്ളിയിലേക്ക് പോകുന്നത്? നീ എന്തിനാ പ്രാർത്ഥിക്കാൻ മമ്പുറത്തേക്ക് പോകുന്നത്? അള്ളാഹു നിന്നോട് പറയുന്നു, എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്നാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇത് ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ ഉണ്ടായ പുത്തൻവാദമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ആദർശം ഇതാണ്. ആ ആദർശത്തിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മൾ വിട്ടു സഞ്ചരിക്കുന്നുവോ അപ്പോഴൊക്കെ ഒരുപക്ഷെ നമുക്ക് ദുരന്തം വന്നേക്കാം. അറിയില്ലേ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ആരാധന